الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أيها المؤمنون والمؤمنات السلام عليكم ورحمة الله وبركاته أوصيكم أولا بتقوى الله بارك الله فيكم وجزاكم الله خيرا കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്ത് ഹജ്ജ് വിശദീകരിക്കുന്നിടത്ത് നമ്മൾ മനസ്സിലാക്കിയത് മനുഷ്യരിൽപ്പെട്ട ചില ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചത് ഒരു അറിവും കൂടാതെ അല്ലാഹുവിന്റെ മാർഗത്തിൽ തർക്കിക്കുന്നവർ. അവരെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ സഹാബത്തിന്റെ ജീവിതത്തിൽ നിന്നോ യാതൊരു തരത്തിലുള്ള അറിവും അവർക്കില്ല. എന്നിട്ട് വെറുതെ ആളുകളോട് ഓരോ വിഷയത്തിലും തർക്കിച്ചുകൊണ്ടേയിരിക്കും. ഇത്തരത്തിലുള്ള ആളുകളുടെ അവസ്ഥ എന്നുള്ളത് അവരിഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു നേതാവിനെയോ അതല്ലെങ്കിൽ തന്റെ കാരണവന്മാരിൽപ്പെട്ട ആരെങ്കിലെയോ അല്ലെങ്കിൽ താൻ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു പണ്ഡിത പുരോഹിതനെയോ അന്ധമായിട്ട് പിൻപറ്റും. അതല്ലെങ്കിൽ ഏതെങ്കിലും ഇമാമമാര്, പ്രസിദ്ധരായ അറിയപ്പെട്ട ഇമാമമാര്, ഇമാം ഷാഫിയെ പോലെയുള്ള, ഹംബലിയെ പോലെയുള്ള, ഹനഫിയെ പോലെയുള്ള, മാലിക്കിയെ പോലെയുള്ള ഏതെങ്കിലും ഒരു ഇമാമമാരെ അന്ധമായിട്ട് പിൻപറ്റുക. ഒരു ഇമാമും പഠിപ്പിച്ചിട്ടില്ല ഞങ്ങൾ അന്ധമായിട്ട് പിൻപറ്റണം എന്നുള്ളത്. ഞങ്ങൾ പറഞ്ഞതിന് എതിരെ ഹദീസ് വന്നാൽ, ഹദീസ് സ്വഹീഹായ ഒരു ഹദീസ് കിട്ടിയാൽ ഞങ്ങൾ പറഞ്ഞതിന് എതിരാണ്, വിപരീതമാണ് എങ്കിൽ അതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്, അതാണ് ഞങ്ങളുടെ മാർഗം, അതാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്, ഞങ്ങളുടെ മദ്ഹബ് അതാണ്. ഇതാണ് എല്ലാ ഇമാമുമാരും പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എന്നാൽ ഇവരുടെ കാലശേഷം ചില ആളുകൾ ഇതുപോലെ വമിനന്നാസി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ഈ രൂപത്തിൽ ഓരോ മദ്ഹബുകൾ ഉണ്ടാക്കി ആവിഷ്കരിച്ച് ഞങ്ങൾ ഇന്ന മദ്ഹബിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞ്, ഷാഫി മദ്ഹബാണെന്ന് പറഞ്ഞ് ആ മദ്ഹബിൽ എന്താണോ ഉള്ളത് അത് മാത്രം അനുസരിച്ച് ഉൾക്കൊണ്ട് അതിനെതിരെ ഖുർആനോ സുന്നത്തോ വന്നാൽ കണ്ടാൽ അത് അംഗീകരിക്കാത്ത അവസ്ഥ. ഈ രൂപത്തിൽ അന്ധമായിട്ട് തഖലീദ് ചെയ്യുന്നവർ, ഇത്തരത്തിലുള്ള ആളുകളൊക്കെ മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറഞ്ഞത് വമിനൻ നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തബിഉ കുല്ല ശൈത്താനിൻ മരീദ്. ഇതാണ് മൂന്നാമത്തെ ആയത്തിലൂടെ നമ്മൾ പഠിപ്പിച്ചത്. അവർ പിശാചിനെയാണ് പിൻപറ്റുന്നത്. അല്ലാഹുവിനെയും റസൂലിനെയും മാറ്റിവെച്ചുകൊണ്ട് ഈ രൂപത്തിൽ തഖലീദ് ചെയ്യുന്നവർ, ഒരറിവും കൂടാതെ ആളുകളോട് വെറുതെ തർക്കിച്ചു കൊണ്ടിരിക്കുന്നവർ, അവർ പിശാചിന്റെ മാർഗത്തെയാണ് പിൻപറ്റുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, സ്വർഗം ലക്ഷ്യമാക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞിരുന്നു, അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, അല്ലാഹുവിനെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമാണ് നമ്മൾ അനുസരിക്കേണ്ടത്. ഖുർആനും സുന്നത്തും അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മനസ്സിലാക്കിക്കൊണ്ട് ജീവിച്ച സ്വഹാബത്തിന്റെ പാതയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ഇനി നമുക്ക് സൂറത്ത് ഹജ്ജിലെ 4-ാമത്തെ ആയത്താണ് നമുക്ക് പഠിക്കാനുള്ളത്. 4-ാമത്തെ ആയത്ത് ഞാനൊന്ന് നിങ്ങൾക്ക് ഓതിത്തരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. കുതിബ അലൈഹി അന്നഹു മൻ തവല്ലാഹു ഫഅന്നഹു യുദില്ലുഹു ويهديه إلى عذاب السعير. كتب عليه أنه من تولاه فأنه يضله ويهديه إلى عذاب السعير. ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയതിന്റെ ഒരു തുടർച്ചയെന്നോണമാണ് അല്ലാഹുവിനെയും റസൂലിനെയും മാറ്റിവെച്ചുകൊണ്ട് ഈ രൂപത്തിൽ അന്ധമായിട്ട് തഖലീദ് ചെയ്യുന്നവർ, പിശാചിന്റെ പാതയാണ് അവർ പിൻപറ്റുന്നത്. ആരെങ്കിലും പിശാചിനെ രക്ഷാധികാരിയായി സ്വീകരിച്ചാൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്, പിശാചിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല കുതിബ അലൈഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിക്കപ്പെട്ടിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. മൻ തവല്ലാഹു, അവരെ രക്ഷാധികാരിയായി ആരാണോ സ്വീകരിക്കുന്നത്, ഫഅന്നഹു യുദില്ലുഹു, തീർച്ചയായിട്ടും പിശാച് അവരെ വഴിപിഴപ്പിക്കും. പിശാചിനെ രക്ഷാധികാരിയായി സ്വീകരിച്ചവരെ പിശാച് വഴിപിഴപ്പിക്കും.
കത്തിജ്വലിക്കുന്ന വേദനാജനകമായ നരകശിക്ഷയിലേക്കായിരിക്കും പിശാച് അവരെ നയിക്കുക. ഒരിക്കലും പിശാചിനെ രക്ഷാധികാരിയായി സ്വീകരിച്ചവരെ പിശാച് സ്വർഗത്തിലേക്ക് ക്ഷണിക്കുകയില്ല, സ്വർഗത്തിലേക്ക് എത്തിക്കുകയില്ല, നേരിന്റെ വഴിയിലേക്ക് കൊണ്ടുവരികയില്ല. പിശാച് തീർച്ചയായിട്ടും വഴികേടിലേക്കും നരകത്തിലേക്കും ആയിരിക്കും ആളുകളെ കൊണ്ടുവരിക എന്നതാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. പിശാചിനെ വല്ലവരും മിത്രമായി കൂട്ടുകാരനായി സ്വീകരിക്കുന്ന പക്ഷം അവന് പിശാച് തീർച്ചയായും അവനെ പിഴപ്പിക്കുകയും ജ്വലിക്കുന്ന നരകശിക്ഷയിലേക്ക് അവനെ നയിക്കുകയും ചെയ്യുന്നതാണ് എന്ന് അവനെ സംബന്ധിച്ച് എഴുതപ്പെട്ടിരിക്കുന്നു. ആരെ സംബന്ധിച്ച്? പിശാചിനെ സംബന്ധിച്ച് എഴുതപ്പെട്ടു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. കുതിബ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു അലൈഹി അവനെ പറ്റി, അവന്റെ പേരിൽ അന്നഹു അവനാണെന്ന്, മൻ തവല്ല അവനെ ആരാണോ കാര്യകർത്താവായി സ്വീകരിച്ചിട്ടുള്ളത്, ഫഅന്നഹു യുദില്ലുഹു എന്നാൽ അവനെ വഴിപിഴപ്പിക്കുന്നതാണ്, വയഹ്ദീഹി അവനെ നയിക്കുകയും ചെയ്യും, ഇലാ അദാബിസ് സഈർ ജ്വലിക്കുന്ന നരകത്തിന്റെ ശിക്ഷയിലേക്ക് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഹജ്ജിലെ നമ്മൾ ഇന്ന് പഠിച്ച 4-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. ഇതിന്റെ വിശദീകരണം നമുക്ക് കാണാൻ കഴിയും തഫ്സീറുകളിൽ. ഫഇന്ന അല്ലാഹ ഖാല അൻഹു ഇന്നമാ യദ്ഉ ഹിസ്ബഹ ലിയകൂനൂ മിൻ അസ്ഹാബിസ് സഈർ. ഇന്നമാ യദ്ഉ തീർച്ചയായിട്ടും പിശാച് ക്ഷണിക്കുന്നത് ഹിസ്ബഹു പിശാചിന്റെ അനുയായികള്, പിശാചിന്റെ കൂട്ടാളികള് ഒക്കെ ക്ഷണിക്കുന്നത് ലിയകൂനൂ മിൻ അസ്ഹാബിസ് സഈർ കത്തിജ്വലിക്കുന്ന നരകത്തിന്റെ ആളുകളാകുന്നതിന് വേണ്ടിയിട്ടാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. പിശാച് ഒരിക്കലും നരകത്തിലേക്ക് ക്ഷണിക്കുകയില്ല. പിശാച് ആളുകളെ നരകത്തിലേക്കായിരിക്കും ക്ഷണിക്കുക, നേരിന്റെ വഴിയിലേക്ക് ക്ഷണിക്കുകയില്ല, വലാലത്തിലേക്കായിരിക്കും പിശാച് ക്ഷണിക്കുക. അതുകൊണ്ട് പിശാചിന് ഒരാളും രക്ഷാധികാരിയായി സ്വീകരിക്കരുത്. അള്ളാഹുവിനെയും റസൂലിനെയും പുറമെ നമ്മൾ ആരെയെല്ലാം അനുസരിക്കുന്നുണ്ടോ, അള്ളാഹുവിനെയും റസൂലിനെയും മാറ്റിവെച്ചുകൊണ്ട് അന്ധമായിട്ട് തഖലീദ് നമ്മൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അതിലൂടെ നമ്മൾ അനുസരിക്കുന്നത്, രക്ഷാധികാരിയായിട്ട് സ്വീകരിക്കുന്നത് പിശാചിനെയാണ് എന്ന് മനസ്സിലാക്കണം. فهذا الذي يجادل في الله قد جمع بين ضلاله بنفسه وتصديه إلى إضلال الناس وهو متبع ومقلد لكل شيطان مريد. فهذا الذي يجادل في الله അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിന്റെ വിഷയത്തിൽ തർക്കിക്കുന്ന ഈ വ്യക്തി വമീനന്നാസ് എന്ന് പറഞ്ഞല്ലോ, ആ വ്യക്തി ഖദ് ജമഅ ബൈന ളലാലിഹി ബിനഫ്സിഹി അവൻ സ്വയം വഴി പിഴവിലേക്ക് സ്വയം എത്തിച്ചേരുകയാണ്. ഖദ് ജമഅ ബൈന ളലാലിഹി ബിനഫ്സിഹി സ്വന്തം അവൻ വഴി തെറ്റുകയാണ്. വതസദ്ദീഹി ഇലാ ഇദ്ലാലിന്നാസ് സ്വന്തം അവൻ പഴച്ചു പോകുന്നു എന്ന് മാത്രമല്ല ജനങ്ങളെ അവൻ പഴപ്പിക്കുകയും ചെയ്യുന്നു. ഈ രൂപത്തിലുള്ള തെറ്റായ വാദഗതികളിലൂടെ അതുപോലെ തന്നെ പ്രമാണങ്ങളില്ലാത്ത സംസാരങ്ങളിലൂടെ സ്വയം അവൻ പിഴയ്ക്കുകയും വതസദ്ദീഹി ഇലാ ഇദ്ലാലിന്നാസ് ജനങ്ങളെ പിഴപ്പിക്കുകയും ചെയ്യുന്നു. വഹുവ മുത്തബിഉൻ വമുഖല്ലിദുൻ ലികുല്ലി ശൈത്വാനിൻ മരീദ് ഇവരൊക്കെ തഖ്ലീദ് ചെയ്യുന്നത്, ഇവരൊക്കെ അനുസരിക്കുന്നത് ധിക്കാരിയായ പിശാചിനെയാണ് എന്നതാണ് ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ വളരെ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എനിക്ക് ഒരിക്കൽ കൂടെ നിങ്ങളോട് പറയാനുള്ളത്, ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കുക. പരിശുദ്ധ ഖുർആൻ ആണ് നമ്മുടെ പ്രമാണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ അനുസരിക്കുക. അതുപോലെ തന്നെ തിരുസുന്നത്താണ് നമ്മുടെ പ്രമാണം. ഈ ഖുർആനും സുന്നത്തും മനസ്സിലാക്കിക്കൊണ്ട് സഹാബത്ത് എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ആയത്തുകൾ പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇനി നമുക്ക് ഹദീസ് പാഠത്തിലേക്ക് പോകാം. 4-ാമത്തെ ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത് നീ എവിടെയായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണം. വഅത്ബിഇ സയ്യിഅത്തൽ ഹസനത തംഹുഹ ഒരു തിന്മ നീ ചെയ്താൽ, ഒരു തെറ്റ് നീ ചെയ്താൽ ഉടനടി നിന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? നീ ഒരു നന്മ ചെയ്യണം. ഒരു തിന്മ ചെയ്തു, അത് തിന്മയാണെന്ന് ബോധ്യപ്പെട്ടാൽ തുടരെ അതിന് പിന്നാലെ തന്നെ ഒരു നന്മ ചെയ്യണം. ജനങ്ങളോട് നല്ല സ്വഭാവത്തിൽ നീ പെരുമാറണം. നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാനുള്ള ദുനിയാവിലും നാളെ പരലോകത്തിലും നമുക്ക് ഉപകാരപ്പെടുന്ന വലിയൊരു ഉപദേശമാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഈ ഒരു ഹദീസിലൂടെ നമുക്ക് നൽകുന്നത്. ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത നീ എവിടെയായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നീ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവനായി അനുസരിച്ചുകൊണ്ട് ഓർത്തുകൊണ്ട് നന്ദിയുള്ളവനായിട്ട് നമ്മൾ ജീവിക്കുക. ആളുകൾ നമ്മളെ കാണുമ്പോൾ മാത്രമല്ല, ആര് നമ്മളെ കാണുന്നില്ല എങ്കിലും, ഏത് സമയത്തും ആര് നമ്മളെ കാണുന്നില്ല എങ്കിലും അല്ലാഹു നമ്മളെ കാണുന്നുണ്ട് എന്ന ബോധത്തോടെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം. അതായത് അള്ളാഹുവിനോടുള്ള ഭയം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള, പിന്നെ അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ചുള്ള ഭയം എന്നുള്ളത് കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള അനുസരണയാണ്. അത് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരണം. അതാണ് ഒരു പ്രധാനപ്പെട്ട മാർഗം.
രണ്ടാമത്തെ വിജയത്തിന്റെ മാർഗമാണ് ഒരു തെറ്റ് ചെയ്താൽ അതിന്റെ പിന്നാലെ നമ്മൾ നന്മ ചെയ്യുക. നന്മകൾ തിന്മകളെ മായ്ച്ചുകൊണ്ട് നന്മകളാക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നൽ ഹസനാതി യുദ്ഹിബന സയ്യിആത്ത് സൂറത്ത് ഹൂദിലെ 114ാമത്തെ ആയത്തിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അതുപോലെയുള്ള ആശയങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു തിന്മ സംഭവിച്ചാൽ സ്വാഭാവികമാണ്, മനുഷ്യനാണ്, സംഭവിക്കാം. ആ നന്മ മൂലം നമ്മുടെ തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചിരുന്ന് നമുക്ക് ഇസ്തിഗ്ഫാർ നൽകി നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ വർദ്ധിപ്പിക്കുമെന്നാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കണം. മൂന്നാമതായിട്ട് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ജനങ്ങളോട് നമ്മൾ പെരുമാറുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നല്ല രൂപത്തിൽ പെരുമാറാൻ നമുക്ക് സാധിക്കണം. അപ്പൊ തഖ്വ വേണം. തഖ്വ മാത്രം മതിയോ? അല്ലാഹുവിനെ കുറിച്ചുള്ള സൂക്ഷ്മത മാത്രം മതിയോ? പോരാ. അതുപോലെ തന്നെ നമുക്ക് ഇബാദത്തുകൾ നന്മകൾ മാത്രം ഉണ്ടായാൽ മതിയോ? നിസ്കാരം മാത്രം ഉണ്ടായാൽ മതിയോ? പോരാ. അതിന്റെ കൂടെ നല്ല സ്വഭാവം വേണം, സൗമ്യത വേണം, ക്ഷമ വേണം, ദയ വേണം, നല്ല നല്ല വാക്കുകൾ സത്യം മാത്രം അറിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ് ഉണ്ടല്ലോ, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ. ഒരു മനുഷ്യന്റെ ഈമാൻ പൂർത്തിയാകുന്നത് സൽസ്വഭാവത്തിലൂടെയാണ് എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ തർക്കങ്ങളൊക്കെ ഒഴിവാക്കണം. പലപ്പോഴും നമ്മൾ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ തർക്കിച്ച് വെറുതെ ആളുകളോട് മോശമായി പെരുമാറുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ഒക്കെ ആളുകളോട് നമ്മൾ ഇടപഴകുമ്പോൾ മീഡിയയിലൊക്കെ നമ്മൾ കഠിനമായ ഭാഷകൾ ഉപയോഗിക്കുന്നവരുണ്ട് അല്ലെ. ഈ രൂപത്തിൽ കഠിനമായ സംസാരങ്ങളെ കൊണ്ട് മോശമായ സ്വഭാവങ്ങളെ കൊണ്ട് ബന്ധങ്ങളൊക്കെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തകർന്നു പോകാറുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നല്ല പെരുമാറ്റത്തെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ ഒരു ഹദീസാണ് അല്ലാഹുവിന്റെ റസൂൽ ഈ ഒരു ഹദീസിലൂടെ നമ്മളെ പഠിപ്പിച്ചത്. അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നന്മകൾ, തെറ്റ് ചെയ്താൽ നമ്മൾ നന്മകൾ ചെയ്യണം. ജനങ്ങളോട് പിന്നെ നല്ല രൂപത്തിൽ പെരുമാറണം. ഈ 3 കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ ഒരു നല്ല മുസ്ലിമായിട്ട് രൂപപ്പെടും. അപ്പോഴാണ് ഈ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മുസ്ലിം ആകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. അടുത്തത് ഒരു പ്രാർത്ഥനയാണ്. നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ എന്നറിയില്ല. സാധാരണ നമ്മൾ നന്നായിട്ട് വുദു എടുക്കുക. നന്നായി വുദു എടുക്കുക എന്ന് പറഞ്ഞാൽ കുറെ വെള്ളം ഒഴിച്ച് കഴുകലല്ല. ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നതുപോലെ വുദു എടുത്തിട്ട് അതിനുശേഷം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന ഈ ഒരു ദിക്ർ, അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ എന്ന പ്രാർത്ഥന, ഈ ഒരു ദിക്ർ നമ്മൾ ചൊല്ലുന്നതിലൂടെ സ്വർഗത്തിന്റെ 8 കവാടങ്ങളും നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ 8 കവാടങ്ങൾക്ക് മുമ്പിലൂടെയും അല്ലാഹുവിന്റെ മലക്കുകൾ നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി കാത്തു നിൽക്കും. പക്ഷേ 8 കവാടങ്ങളിലൂടെയും കടന്നു പോവുകയില്ല. ബാബു സ്വലയുണ്ട്, ബാബു സ്വതക്കയുണ്ട്, ബാബു റയ്യാനുണ്ട്, ഇങ്ങനെ വ്യത്യസ്ത പേരുകളുള്ള 8ഓളം കവാടങ്ങളുണ്ട്. ഈ ദിക്ർ ചൊല്ലിയവന്റെ മുന്നിൽ 8 കവാടങ്ങളും തുറക്കപ്പെടും. പക്ഷേ അവൻ 8 കവാടത്തിലൂടെയും പോകോ ഇല്ല. മലക്കുകൾ 8 കവാടത്തിൽ നിന്നും വിളിക്കും. എന്നിട്ട് അവന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഏതാണ് ഇബാദത്തുള്ളത്? നിസ്കാരാണെങ്കിൽ ബാബു സ്വലയിലൂടെ പോകും, സ്വതക്കയാണെങ്കിൽ ബാബു സ്വതക്കയിലൂടെ പോകും, നോമ്പാണെങ്കിൽ ബാബു റയ്യാനിലൂടെ പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ സ്വർഗത്തിലൂടെ പോകാനുള്ള തൗഫീഖ് നൽകട്ടെ. അപ്പോ നമ്മൾ സൂറത്ത് ഹജ്ജിലെ 4ാമത്തെ ആയത്ത് പഠിച്ചു. നമ്മൾ ഒരിക്കലും അന്ധമായിട്ടുള്ള തഖ്ലീദ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. വിശാലമായിട്ടുള്ള വിഷയമാണ്. ഞാൻ സമയം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് കാര്യങ്ങൾ ചുരുക്കി വിശദീകരിച്ചത്. അത്തരം അന്ധമായിട്ട് തഖ്ലീദ് ചെയ്യുന്നവർ പിശാചിനെയാണ് പിൻപറ്റുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഹജ്ജിലെ 3-4 ആയത്തുകളിലൂടെ പഠിപ്പിച്ചു. ഒരു യഥാർത്ഥ മുസ്ലിം രൂപപ്പെടാനുള്ള മാർഗം നമ്മുടെ ഹദീസിലെ 4ാമത്തെ ഹദീസ് നമ്മൾ പഠിച്ചു. 8 കവാടങ്ങളിലൂടെ കടന്നു പോകാനുള്ള മാർഗം ഈ ഒരു പ്രാർത്ഥനയിലൂടെ പഠിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.